നമുക്കെല്ലാം ഇഷ്ടമുള്ള ഒരു വെറൈറ്റി ഫിഷ് റെസിപ്പിയുണ്ട്, ഫിഷ് കാന്താരി തവ. നല്ല കാന്താരിയും പച്ചമുളകും ഒക്കെ ചേർത്ത് ഇന്നൊരു ഫിഷ് കാന്താരി റെസിപ്പിയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എൻ്റെ കൂട്ടുകാർക്കെല്ലാം സ്വാഗതം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻസായിട്ട് പോസ്റ്റ് ചെയ്യണം. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ലത്, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം പാകം ചെയ്യുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. ഇനി ഞാൻ നെയ്മീൻ കൊണ്ടാണ് ചെയ്യുന്നത്. അതിനായിട്ടുള്ള മാരിനേഡ് തയ്യാറാക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഷാലഡ്സ് അഥവാ കൊച്ചുള്ളി, കാന്താരിത്തവയാണല്ലോ, അതുകൊണ്ട് പച്ചക്കാന്താരി, അതിനോടൊപ്പം പച്ചക്കുരുമുളക് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ കാന്താരിയുടെ അളവ് അതിനനുസരിച്ച് കൂട്ടിയാൽ മതി. കുരുമുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേറൊരു പ്രത്യേക ടേസ്റ്റും കൂടെ വരും, അതൊരു കിഡിലൻ ടേസ്റ്റാണ്. പിന്നീട് വെളുത്തുള്ളി, പിന്നീട് ഒരു 2-3 തണ്ട് കറിവേപ്പില, ഇതിനോടൊപ്പം അല്പം ഉപ്പും കൂടെ ചേർന്ന് ഇത് നല്ല തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട, ഇങ്ങനെ മതി, തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. അയ്യോ, ഇഞ്ചി മറന്നുപോയി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ട് അരയ്ക്കാം. അപ്പോൾ ഇഞ്ചിയും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരച്ച മസാല ഈ ബൗളിനകത്തോട്ടൊന്ന് എടുക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ ഒന്ന് പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നും കൂടെയുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. ആ മസാലയെല്ലാം നമ്മളെടുത്തു. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, പിന്നീട് നമുക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടെ വേണം, ഒരു ചെറിയ പുളിരസം കൂടെ വരും. ഇത് ഞാൻ ഗ്രീൻ കളറിലാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ചുമന്ന കളർ വേണമെങ്കിൽ അല്പം കാശ്മീരി പൗഡർ ചേർക്കാവുന്നതാണ്. ഞാൻ പക്ഷേ ഇത് ഗ്രീൻ കാന്താരിത്തവയാണ് ചെയ്യുന്നത്. ഒരു അല്പം ഉപ്പും കൂടെ വേണ്ടി വരും. കോക്കനട്ട് ഓയിലാണിത്, ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് ഉറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം നമുക്ക്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ എരിയും ഉപ്പും നോക്കണം. ഇനിയും നമുക്ക് എരി കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം ബ്ലാക്ക് പെപ്പർ പൗഡറോ വൈറ്റ് പെപ്പർ പൗഡറോ ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇടാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയും ഈ മസാലയ്ക്കകത്തേക്കാണ് നമ്മൾ ഒന്ന് കഴുകി തുവർത്തി വെച്ചിരിക്കുന്ന മീൻ. അത് നല്ല മാംസളമായ ഫിഷാണ് നല്ലത് കാന്താരിത്തവ. ഇത് കിങ് ഫിഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ, കാര്യം കാന്താരിയൊക്കെ ഉള്ളത് കൊണ്ട്. ശീലമുള്ളവർക്ക് പ്രശ്നമില്ല. ഒരു മണിക്കൂറെങ്കിലും മസാല പുരട്ടി വെക്കണം. നമുക്ക് അടച്ചു വയ്ക്കാം. പിന്നെ ഏകദേശം 1 മണിക്കൂറായി. നമുക്കിനി ഇത് വറുക്കാം. ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ്, അതുകൊണ്ട് ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. എണ്ണയൊന്ന് ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മസാല എല്ലാം ഇട്ട് കൊടുക്കണം. കാര്യം മസാലയും കൂടെ ഫ്രൈ ആയിട്ട് ഒന്നിച്ച് കുറച്ചൊന്ന് കുഴഞ്ഞിട്ടാണ് അതിരിക്കുന്നത്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. സ്ലോ ആയിട്ട് കുക്ക് ചെയ്യട്ടെ. ഒരു സൈഡ് 2-3 മിനിറ്റൊക്കെ ആകുന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പച്ചക്കറിവേപ്പിലയും പച്ചക്കുരുമുളകും അതുപോലെ തന്നെ പച്ചക്കാന്താരി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. തിരിച്ചിട്ടതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഇനിയും തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ പ്രത്യേക ഫ്ലേവർ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല എരിയും ഉണ്ടാകും, അതേസമയം ഈ തേങ്ങാപ്പാലിൻ്റെ ഒരു നല്ല സ്വീറ്റായിട്ടുള്ളൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ പച്ച കാന്താരി തവ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് പ്ലെയിൻ റൈസിൻ്റെ കൂടെ നല്ല ബെസ്റ്റാണ് കഴിക്കാൻ. ഇത് ഒന്ന് തിക്കായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യണം, അതുകൊണ്ട് ചെറിയ തീ തന്നെ നന്നായിട്ട് വേകാനായിട്ട് വിട്ടാൽ മതി. അപ്പോൾ അത് ഗ്രേവി തിക്കായി കിട്ടും. ഇപ്പോൾ അതിന് ഗ്രേവി നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. നമുക്ക് കാണാം, കുറച്ച് എണ്ണയുള്ളത് ഇങ്ങനെ തെളിയുന്നത് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ കാന്താരി തവ റെഡിയാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നിങ്ങൾക്ക് ഈ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് ആ കമൻറ്റ്സ് ബോക്സിനകത്തൊന്ന് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫിഷ് കാന്താരി തവ റെഡി ആയിട്ടുണ്ട്. മീൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്ലെയിൻ റൈസിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, എന്തിൻ്റെ കൂടെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. Till then, I am signing off and stay safe.